സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ വേണ്ടത് പഠിപ്പിച്ചു കൊടുക്കൽ മാതാപിതാക്കളുടെ കടമയാ. എന്താ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? നിങ്ങളുടെ മക്കളെ നിർബന്ധമായി 3 കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒന്നാമത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മഹബ്ബത്ത് നബിയുക്കും, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം. ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ മക്കളോട് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ മക്കളെ ചരിത്രം പറയേണ്ടത് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ മക്കൾ പേര് പറഞ്ഞ് പഠിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ മക്കൾ ജീവിതം പഠിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ മക്കൾ ഹൃദയത്തിൽ നിറയേണ്ടത് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ മക്കളുടെ ചുണ്ടിൽ വരേണ്ടത് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങളിൽ നിറയേണ്ടത് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണേ. ലോകത്തിന്റെ ഓരോ മനുഷ്യരെയും അവർ സ്നേഹിക്കുന്നതല്ല. അത് അക്ഷയ് ദേവഗണനെയല്ല, ഷാഹിദ് കപൂറിനെയല്ല, റൊണാൾഡോയും നെയ്മറും ലയണൽ മെസ്സിയും ഒന്നും നമ്മുടെ മക്കളുടെ സൂപ്പർ ഹീറോ ആവരുത്. പിന്നെ അവരുടെ സൂപ്പർ ഹീറോ ആവേണ്ടതാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരോട് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അവരോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആരെ കുറിച്ചാണ്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ 13 വയസ്സുകാരനായ മുആദ് നടന്നു പോകുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മുആദേ വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ മുആദ്, എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണ് മുആദ്, എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണ് മുആദ്. ആ സമയത്ത് 13 വയസ്സുള്ള മുആദ് റളിയല്ലാഹു അൻഹു മറുപടി, നബിയേ വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങയോട് തിരിച്ചു വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. 13 വയസ്സുള്ള മുആദ് റളിയല്ലാഹുവിന്റെ മനസ്സിന്റെ ഉള്ളിലെ ഇഷ്ടമാരോടാ? അത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. യാ റബ്ബനാ ബഖി അഖി മുഹമ്മദാ ഹത്താ റആഹു നാഫിഅന വ അംറനാ ഹദാ ഖുല്ലു ലം തലിദുഹു ഉമ്മീ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തുകൾ പറയുന്ന, പ്രവാചകന്റെ ചരിത്രങ്ങൾ പഠിക്കുന്ന, പ്രവാചകന്റെ ഹദീസുകൾ പഠിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തണയുന്ന. ഞാനൊന്ന് മനസ്സിരുത്തി ചോദിക്കട്ടെ, നമ്മുടെ മക്കളൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാ. അവർക്ക് 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്, അവർക്ക് ജീവിതത്തിന്റെ സൗകര്യങ്ങളുണ്ട്, അവർക്ക് താമസിക്കാൻ സുന്ദരമായ ഭവനങ്ങളുണ്ട്, അവർക്ക് പുത്തൻ ഉടുപ്പുകൾ വാങ്ങിച്ചു കൊടുക്കാൻ അവരുടെ ഉപ്പമാരുണ്ട്. എന്നിട്ടും നമ്മുടെ മക്കൾക്കൊരു ഖുർആന്റെ സൂറത്ത് പോലും ഓതാൻ കഴിയുന്നില്ലല്ലോ. പക്ഷേ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, ഇന്ന് ആധുനിക ലോകത്തിന്റെ മുസ്ലിമിന്റെ അല്ല, മനുഷ്യത്വമുള്ളവന്റെ ഹൃദയത്തെ മരവിപ്പിച്ചു പോകുന്ന കാഴ്ചകളുടെ തേരോട്ടം നടത്തുന്ന അബശാറുൽ സിറിയയുടെ അലപ്പോട് ആയിരക്കണക്കിന് 10,000കണക്കിന് നിരപരാധികളും നിരാശ്രയരും നിദ്രാവിഹീനരുമായ പാവങ്ങളെ അബശാറുൽ സൈന്യം വന്നെടുക്കുമ്പോ അലപ്പോയിലെ യുവാക്കൾ തോൽക്കുകയാ. ഞങ്ങളുടെ ഭാര്യമാർ ഈ പെൺമക്കളെയും ഞങ്ങൾ വിഷം കൊടുത്തിട്ട് കൊല്ലട്ടെയോ എന്നറിയോ? ബശാറുൽ അസദിന്റെ ഏകാധിപത്യത്തിന്റെ പട്ടാളം വന്ന് ചങ്ങലയിൽ കെട്ടിയിട്ടിട്ട് ഭാര്യയെയും പെൺമക്കളെയും മലത്തിക്കടത്തി മാനമെന്ന് ചെയ്യുമ്പോ ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ തോക്കിൻ കുടലുകൾ കരുത്തിലേക്ക് വെക്കപ്പെട്ട സിറിയയിലെ പാവപ്പെട്ട യുവാക്കൾ നിലവിളിച്ചു ചോദിക്കുമ്പോ ബശാറുൽ അസദിന്റെ ഏകാധിപത്യത്തിന്റെ പട്ടാളം പകരിച്ച ബോംബുകളുടെ ചീളുകളെ ശരീരത്തിലേക്ക് തുളച്ചു കയറി ആ ശരീരത്തിലൂടെ രക്തം തടം തള്ളിയാത്തതുകൊണ്ട് മാതാപിതാക്കൾ വെടിയേറ്റ് വീഴുന്ന പിഞ്ചു വൈതലുകളെയും എടുത്ത് സിറിയയിലെ അലപ്പോവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശരീരത്തിൽ തുളച്ചു കയറിയ ബോംബുകളുടെ അവശിഷ്ടങ്ങൾ കീറിയെടുക്കാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ മരത്തി കിടക്കുമ്പോ ബോധം കെടുത്താൻ അനസ്തേഷ്യയുടെ മരുന്ന് പോലെ നഷ്ടപ്പെട്ട യുദ്ധക്കെടുതിയുടെ സാഹചര്യത്തിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓപ്പറേഷൻ ടേബിളിൽ മലത്തി കിടത്തി പച്ച ശരീരത്തിലേക്ക് കത്രി കൊണ്ട് കീറിയെടുക്കുമ്പോ അനസ്തേഷ്യയുടെ മരുന്നില്ലാതെ ശരീരം പച്ചമാംസം കീറിയെടുക്കുമ്പോ ആ വേദന മറന്നു പോകാൻ ഓപ്പറേഷൻ ടേബിളിൽ മലന്ന് കിടന്നിട്ട് ജന്നാത്തു അദ്നിന തജ്രീ മിന തഹ്തി വൽ അൻഹാർ
വിശുദ്ധമായ ഖുർആന്റെ സൂറത്തുകൾ കാണാതെ പാരായണം ചെയ്യുന്ന ഓപ്പറേഷൻ ടേബിളിലും മലന്നു കിടന്നുണ്ട്. ശരീരത്തിലേക്ക് കത്തിയിറങ്ങുമ്പോ വേദന തിരിച്ചറിയാതിരിക്കുക. ഉച്ചത്തിൽ ഓപ്പറേഷൻ ടേബിളിൽ കിടന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സിറിയിലെ 8-10 വയസ്സുള്ള ബാലന്മാരുടെ ഹൃദയത്തിൽ ഖുർആനാ, അവരുടെ ചുണ്ടുകളിൽ ഖുർആനാ, അവരുടെ ജീവിതത്തിന്റെ ഉള്ളിൽ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കഥ പറഞ്ഞു കൊടുക്കുന്ന ഈ ഒളവട്ടൂരിലെ കാൽപന്ത് കളിയുടെ കരകൗശലങ്ങള് ഹൃദയത്തിലോട്ട് ചേർത്ത് വെക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. ആരാ ക്രിസ്ത്യാനോ റൊണാൾഡോ? ഫുട്ബോൾ ഓഫ് ദ ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുമ്പോ സിറിയയിൽ ബശാർ അസദിന്റെ പട്ടാളത്തിന് നേരെ നെഞ്ചു വിരിച്ചു നിന്ന് സിറിയൻ കുട്ടികളോട് ഞാനല്ല നിങ്ങളാണ് യഥാർത്ഥ ഹീറോ എന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഹൃദയത്തിന്റെ ഈ മനുഷ്യത്വത്തെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ കാൽപന്ത് കളി കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ ഇബാദത്തുകളെ നഷ്ടമാക്കുന്ന ഒരവസ്ഥയിലോട്ട് കടക്കല്ലേ ചെറുപ്പക്കാരാ എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചു കൊടുക്കണേ. വമഹബ്ബത അഹ്ലി ബൈതി, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിനോടുള്ള അഖിലുബൈത്തിനോടുള്ള സാദാത്യങ്ങളോടുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണേ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒളവട്ടൂർ ഓർഫേജിന്റെ 5 പതിറ്റാണ്ടിന്റെ കഥ പറയാനുള്ള ഒളവട്ടൂർ ഓർഫേജിന് മുമ്പ് എന്റെ ബഹുമാനായ സുഹൃത്ത്, എന്റെ സഹകാരി കൂടിയായ ഈ വിനീത നേതൃത്വം നൽകുന്ന ഒറ്റപ്പാലം കോതക്കുറിശ്ശിയിലെ അബ്ദുള്ള എഡ്യൂക്കേഷൻ അക്കാദമിയുടെ വൈസ് ചെയർമാൻ കൂടിയായ എപ്പോഴും ഉപദേശ നിർദ്ദേശങ്ങൾ എത്തുന്ന ഞങ്ങളുടെ പ്രയാണത്തിൽ ഏറ്റവും വലിയ ചാലക ശക്തിയാകുന്ന അബ്ദുറഹ്മാൻ ഒളവട്ടൂർ പറഞ്ഞുവല്ലോ, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഒരു ഹിഫ്ദുൽ ഖുർആനിന് ഇവിടെ ആഗ്രഹമുണ്ടെന്ന്, ഒരു വനിതാ തർബിയത്തിന്റെ സ്ഥാപനത്തിന് ഇവിടെ ആഗ്രഹമുണ്ടെന്ന് പറയണ സഹോദരങ്ങളെ. ആ രീതിയിൽ നമ്മുടെ മക്കൾ വളരേണ്ടതുണ്ട്, ആ രീതിയിൽ നമ്മുടെ പെൺമക്കൾ വളരേണ്ടതുണ്ട്. അവരെ ഖുർആൻ പഠിപ്പിക്കേണ്ടതുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ പെൺമക്കൾ നടന്നു പോകുന്നത് പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരത്തിലൂടെ രാവിലെ +2 പഠിക്കാൻ പോകുന്ന കുട്ടി വൈകുന്നേരം തിരിച്ചു വരുന്നില്ല. അവള് കാമുകന്റെ കൂടെ തിരിച്ചു പോകുമ്പോ, അല്ലെങ്കിൽ അവരാരുടെയെങ്കിലും പ്രലോഭനങ്ങളിൽ വീടുമ്പോ അവർക്കൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? രാവിലെ സ്കൂളിലേക്ക് പോയ കോളേജിലേക്ക് പോയ പെൺമക്കള് എങ്ങനെയാണ് തിരിച്ചു വരുന്നതെന്നറിയാതെ ഡൽഹി നഗരത്തിൽ പട്ടാപ്പകലെ സഞ്ചരിക്കുന്ന പെണ്ണിനെ മലത്തിക്കടത്തി മാനമംഗം ചെയ്യുന്ന പിശാചുക്കളുടെ നാട്ടിൽ പെണ്ണിന്റെ വിരലിൽ തൊട്ടാൽ മതി അവന്റെ വികാരം ഉണരുമെന്ന അവസ്ഥയിലേക്ക് പെണ്ണൊരു ഭോഗവസ്തുവാക്കി മാറുന്ന 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് പോലും മൂത്രപ്പുറയിൽ വിസർജനത്തിന് പോകാൻ കഴിയാത്ത ലോകമത് പതിക്കുമ്പോ ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചു തരട്ടോ. നിങ്ങളുടെ പെൺമക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ നിങ്ങളൊരു ദുആ ചെയ്യിപ്പിക്കണേ. ആരാ പഠിപ്പിച്ചു തന്നത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പെൺമക്കള് കോളേജിലേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് വീട്ടിൽ നിന്നിറങ്ങുമ്പോ ദുആ ചെയ്യിപ്പിക്കണം. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔലല്ല അൻ നസില്ല ഉസല്ല അൻ നദിമ ഔലമ അൻ അജ്ഹല ഉജ്ഹലു അലയ്യ. അല്ലാഹുവേ, എന്റെ പൊന്നുമോള് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇന്നി അഊദു ബിക അൻ അദില്ല ഔലല്ല, ഇവള് വഴിതെറ്റുന്നതിൽ നിന്ന്, അവളെ വഴിപിഴപ്പിക്കപ്പെടുന്നതിൽ നിന്ന്. പുതിയ ലോകത്ത് എത്ര പ്രസക്തമാണ് മുത്ത് റസൂലിന്റെ ദുആ. നിങ്ങളുടെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ദുആ പറഞ്ഞിട്ട് ഇറക്കാവൂ. ഇന്നി അഊദു ബിക അൻ അദില്ല ഔലല്ല. അല്ലാഹുവേ, എന്റെ പൊന്നുമോൾ ഇറങ്ങുകയാണ്. എന്റെ കൺമുമ്പിൽ നിന്ന് അവളെ പോവുകയാണ്. കൺമണിയെ പോലെ കാത്തു സൂക്ഷിച്ച് എന്റെ പൊന്നുമോൾ ഇറങ്ങുമ്പോ അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക അൻ അദില്ല ഔലല്ല. എന്റെ മോള് പിഴച്ചു പോകുന്നതിൽ നിന്ന്, അവള് വഴിപഴപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, അവളുടെ കാല് വഴുതി പോകുന്നതിൽ നിന്ന്,
അവളെ വഴിതിക്കപ്പെടുന്നതിൽ നിന്ന് ആരുടെയെങ്കിലും പ്രലോഭനത്തിൽ അവൾ പെട്ടുപോയി എന്ന മോള് വഴിപടപ്പിക്കുന്നതിൽ നിന്ന് അന്നജ്ഹല അവളുടെ അറിവില്ലായ്മയിൽ നിന്ന് നീ അവളെ കാക്കണയല്ലാ എന്ന് ദുആ ചെയ്യിപ്പിച്ചിട്ട് അവസാനം നിങ്ങൾ കരളുരുകി പറയണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചവനെ നിന്നിലെ തവക്കുലാക്കി ഞാൻ എന്റെ മോളെ നിന്നിലേക്ക് ഇറക്കി വിടുകയാണെന്ന് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ആളുകൾ വേണ്ടേ? ഏത് മാതാപിതാക്കളാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ടാണ് വനിതാ വിദ്യാഭ്യാസ ഗ്രന്ഥങ്ങൾ നമ്മുടെ ക്യാമ്പസുകളുടെ ഉള്ളിലുണ്ടാവണം. നമ്മുടെ പെൺകുട്ടികളെ കാത്തിരക്ഷിക്കണം. അവരെ ഒരു മറിയമാക്കാൻ, അവരെ ഒരു ആയിഷയാക്കാൻ, അവരെ ഒരു ഫാത്തിമയാക്കാൻ. ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വിദ്യാഭ്യാസത്തിന്റെ ഇടയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞുവല്ലോ, ഈ വിനീതന്റെ പ്രസംഗം കൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ ഹാഫിളീങ്ങളായിട്ടുണ്ട്. ധാരാളം ഹിഫ്ള് സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 21-ാം തീയതി കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ജനാബ് ആലിക്കുട്ടി മുസ്ലിയാർ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ, ഞാൻ മുഖ്യപ്രഭാഷകനാണ്. എന്നെ കണ്ടപ്പോ പറഞ്ഞു, കുട്ടി നിന്നെ കൊണ്ട് ഈ മലബാറിലും മലപ്പുറത്തും എത്ര ഹാഫിളീങ്ങളാണ് ഉണ്ടായത്, എത്ര ഹിഫ്ള് സ്ഥാപനങ്ങളാണ് ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന്റെ തൗഫീഖ് നൽകട്ടെ.